അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമുക്കറിയാലോ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിൽ അവസാനമായി പറയുന്ന ഒരായത്തുണ്ട്, ഖുൽ മാ യഗ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും എന്ന് പറയുന്ന പ്രവാചക പറയൂ, മാ യഗ്ബഉ ബിക്കും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കടാക്ഷം, അള്ളാഹുവിൻ്റെ തിരുനോട്ടം അതുണ്ടാകണമെങ്കിൽ എന്തു വേണം? ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയേ ഇല്ല എന്ന്. അള്ളാഹു നമ്മളെ പരിഗണിക്കാൻ ഉള്ളൊരു നിബന്ധനയായി വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കൊരു പരിഗണന കിട്ടാൻ, അള്ളാഹുവിൻ്റെ കടാക്ഷത്തിന് അർഹമാകാൻ, അള്ളാഹുവിൻ്റെ തിരുനോട്ടം നമ്മളിലേക്കുണ്ടാകാൻ വളരെ അനിവാര്യമായതാണ് പ്രാർത്ഥന എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. ഇതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് നിബന്ധനകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തു അഹ്റാഫിൽ 56, 57 ആയത്തുകളിലായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭാഗം അങ്ങനെ സ്പീഡിലാണ്ട് സ്കിപ്പ് ചെയ്യുകയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നുള്ള നിലക്ക്. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, അവിടെ അണ്ടർലൈൻ ചെയ്ത ആ ഭാഗം മാത്രം ശ്രദ്ധിക്കുക. തളർറുഓടുകൂടി, ഖുഫിയത്തോടുകൂടി. ഉദ്ഉ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? തളർറുഅൻ, ഏറ്റവും വിനയത്തോടു കൂടിയായിരിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ പരമാവധി വിനയം കാണിച്ച് ആ ഭക്തി കാണിച്ചുകൊണ്ടായിരിക്കണം. തളർറു എന്ന് പറഞ്ഞാൽ പരമാവധി വിനയം കാണിച്ച് ചെറുതായി എളിമ കാണിച്ചുള്ള ആ ഭാവത്തിനാണ് തളർറു എന്ന് പറയുക. രണ്ടാമത് പറഞ്ഞ നിബന്ധന വഖുഫിയത്തൻ, വഖുഫിയത്തൻ, അതേപോലെ തന്നെ വളരെ ഗോപ്യമായി, അതായത് ഒച്ചും വിളിയിടാത്ത രൂപത്തിൽ വളരെ മനസ്സിൽ വളരെ മനസ്സിലുള്ള ഒരു പ്രാർത്ഥനയായി അതിനെ പ്രാർത്ഥിച്ചിരിക്കണമെന്ന്. അപ്പം തളർറു ആണ് ആദ്യം പറഞ്ഞൊരു കാര്യം. നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോൾ കുമ്പിടുന്നത്, റുക്കൂ ചെയ്യുന്നത് തളർറുവിൻ്റെ വിനയത്തിൻ്റെ ഒരു ഭാവമാണ്. സുജൂദ് ചെയ്യുന്നത് വിനയത്തിൻ്റെ ഒരു ഭാവമാണ്. ഇങ്ങനെ എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ വിനയം പ്രകടിപ്പിക്കാൻ അവസരം കിട്ടുന്നത്, ആ രൂപത്തിലൊക്കെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ടും രഹസ്യമായുമായിരിക്കണം. ഖുഫിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വച്ചും വിളിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ. ഇത് ദഅ സക്കരിയ റബ്ബഹു നിദാ അൻ ഖഫിയ എന്ന്, ആ പദം അതാണ്, നിദാ അൻ ഖഫിയ. സക്കരിയ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ വളരെ ഗോപ്യമായ രൂപത്തിൽ, വളരെ രഹസ്യമായ രൂപത്തിൽ അള്ളാഹുവോട് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചെവിട് കേൾക്കാത്ത ഒരാളോടല്ല, അല്ലെങ്കിൽ ഇവിടെ സ്ഥലത്തില്ലാത്ത ഒരാളോടല്ല, ഇവിടെയുള്ള അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രഹസ്യമായി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. രഹസ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലാ തജ്ഹർ ബി സ്വലാത്തിക വലാ തുഖാഫിത്ത് ബിഹ എന്ന് ഖുർആനിൽ പറയുന്നൊരു ഭാഗം കൂടി കാണാം. അതായത് നിങ്ങൾ നമസ്കാരം, പ്രാർത്ഥന അത് നിങ്ങൾ ഉച്ചത്തിലാക്കരുത്, എന്നാൽ വളരെ ലഘുവാക്കി, രഹസ്യമാക്കി, മനസ്സുപോലും ശരീരം പോലും അറിയാത്ത രൂപത്തിലുമാക്കരുത്. നമ്മൾ പറയുന്നത് നമ്മൾ അറിയുന്ന രൂപത്തിലുള്ള ആ പ്രാർത്ഥനയുടെ ഭാവത്തെയാണ് ഖുഫിയത്ത് എന്ന് വിശദീകരിക്കപ്പെടുന്നത്. പിന്നീട് അതിന് ശേഷമുള്ള ആയത്ത് വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, അല്ല, ആ ആയത്ത് തന്നെ ഉണ്ട്, വദുഊഹു ഖൗഫൻ വതമഅ. അതാണ് അടുത്ത രണ്ട് നിബന്ധന. ആ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഖൗഫൻ, പേടിയോടുകൂടി, പേടിയുണ്ടാകണം പ്രാർത്ഥിക്കുമ്പോൾ. എന്താ പ്രാർത്ഥന? അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു പരിഗണിക്കുകയില്ല.
അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഇത് എൻ്റെ പക്കൽ തെറ്റ് വന്നാൽ അള്ളാഹു അതിനനുസരിച്ചുള്ള ശിക്ഷ അള്ളാഹുവിൽ നിന്ന് ലഭിക്കും എന്നൊക്കെയുള്ള ആ ഒരു ഖൗഫ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ത്വമ എന്ന പ്രതീക്ഷ എന്നാണ്. അള്ളാഹു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്നുള്ള ആ ത്വമഉം ഉണ്ടായിരിക്കണമെന്ന്. അപ്പം 4 നിബന്ധനകളാണ് ഈ 2 ആയത്തിൽ പറഞ്ഞത്. ഒന്ന് തളറു ആണ്, രണ്ടാമത്തത് ഖുഫിയത്താണ്, മൂന്നാമത്തത് ഖൗഫാണ്, നാലാമത്തത് ത്വമ ആണ്. ഈ 4 നിബന്ധനകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടതാണ് എന്ന് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന്, ആദ്യത്തേത് തളറു എന്ന് പറഞ്ഞാൽ വിനയഭാവമാണ്. ഖുഫിയത്ത് എന്ന് പറഞ്ഞാൽ ഒച്ചമ്പിളിയിട്ട് ഒച്ചപ്പാടും ഇല്ലാത്ത രൂപത്തിലുള്ള പ്രാർത്ഥനയാണ്. പിന്നെ ഖൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹിനെ പറ്റിയുള്ള, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റിയുള്ള ആ ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ്. പിന്നീട് ത്വമ, ആഗ്രഹം, എന്തായാലും ശരി പടച്ചവൻ എൻ്റെ പ്രാർത്ഥനയെ പരിഗണിക്കും, അതിന് മറുപടി കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അൻതും മൂഖിനൂന ബിൽ ഇജാബാന, ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടിയായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ പടച്ചവൻ എന്തായാലും ശരി അതിന് ഉത്തരം ചെയ്യും എന്ന ഉറപ്പോടുകൂടിയായിരിക്കണമെന്ന്. ഇതാണ് പ്രാർത്ഥനയുടെ നിബന്ധനകളായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഹദീസുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് പഠനത്തിന് വിധേയമാക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഏതായാലും ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനക്കൊക്കെ നമുക്ക് ഉത്തരം കിട്ടുമോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ പ്രതിഫലനം എങ്ങനെയായിരിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പല രൂപത്തിലായിരിക്കും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഇജാബത്ത് ഉണ്ടാവുക. ഒന്നുകിൽ അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് അതേപോലെ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ അതേപോലെ തന്നുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു കാര്യമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന കാര്യം ഒന്നായിരിക്കും, പക്ഷെ അള്ളാഹു തരുന്നത് മറ്റൊരു രൂപത്തിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആപത്തുകൾ തട്ടി നീക്കലോ അല്ലെങ്കിൽ മറ്റു വല്ല പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ കഴിച്ചിലാക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രതിഫലം നാളെ പരലോകത്ത് തീർച്ചയായും ലഭിക്കും. ഇങ്ങനെ 2-3 അവസ്ഥകളിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എത്രയോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയി, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും പലപ്പോഴും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജ്ജുദൊക്കെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് എന്താ പടച്ചോൻ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എന്താണ് പടച്ചോൻ എന്നെ പരിഗണിക്കാത്തത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂഹ്, അതേപോലെ തന്നെ മറ്റു പല സൂറത്തുകളിലൊക്കെ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്. എത്ര കൊല്ലം നൂഹ് നബി പ്രബോധനം ചെയ്തത്? ഖുർആനിലുണ്ടല്ലോ, 1000 കൊല്ലത്തിന് 50 കൊല്ലം കുറവ്. പ്രബോധനം ചെയ്ത കാലഘട്ടം 950 നൂഹ് നബി 1000കണക്കിന് വർഷം ജീവിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്, 1000-ലധികം വർഷം. അപ്പോൾ ഈ 950 വർഷം നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്ത സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ ഈ സരണിയിൽ അവർക്കൊക്കെ പടച്ചവനെ ഹിദായത്ത് കൊടുക്കണേ എന്ന് നൂഹ് നബി പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ. പക്ഷേ ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നത് നോക്കൂ, ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക. ആരെ പറ്റിയാണ് പറയുന്നത്? സ്വന്തം മോനെ പറ്റിയാണ് പറയുന്നത്. മോൻ്റെ കാര്യത്തിൽ ഇങ്ങോട്ട് വർത്താനം പറയണ്ട, അള്ളാഹ് പറയാണ് അവൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവന് സജ്ജനങ്ങളിൽപ്പെട്ടവനല്ല. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നി അഇലുക അൻ തകൂന മിനൽ ജാഹിലീൻ എന്ന. അപ്പോൾ ഇങ്ങനെ വിവരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ പെടരുത് എന്ന് ഞാൻ ഉപദേശിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ആ പ്രാർത്ഥനയ്ക്ക്, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ തേട്ടത്തിന് അള്ളാഹു ഉത്തരം കൊടുക്കുന്നില്ല. ഇത്രയും കാലം പ്രബോധനം ചെയ്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തൊരു പ്രവാചകന്
സ്വന്തം മകൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. അതൊരു പാഠം നമുക്കുണ്ടല്ലോ അല്ലേ? അപ്പോൾ അള്ളാഹു ചില കാര്യങ്ങൾ തീരുമാനിച്ചത് അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ അത് ആ തീരുമാനം മാറിക്കൊള്ളണമെന്നില്ല. ഇതേപോലെ തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവസ്ഥ. രണ്ടാമത്തെ ആയത്ത് നോക്കൂ. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയതെന്ന് അറിയാലോ? അതൊക്കെ അറിയുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളതെന്നുള്ളതുകൊണ്ട് വിശദീകരിക്കല്ല. സ്വന്തം മൂത്താപ്പ അബൂ ത്വാലിബ് അല്ലേ, ഒന്ന് വിശ്വസിച്ച് കിട്ടിയാൽ ഒന്നാണ് കലിമ ചൊല്ലിയാൽ മതിയായിരുന്നു എന്ന് പ്രവാചകൻ വളരെയധികം ആഗ്രഹിക്കുകയാണ്, അള്ളാഹിനോട് തേടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ ഹിദായത്ത് കൊടുക്കണേ. മൂത്താപ്പാൻ്റെ അടുക്കൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു അവിടെ പറയണേ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിനക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു എന്ന്. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈ രംഗത്ത് ഇങ്ങനെ പരിമിതികൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും പടച്ചവനോട് തേടുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മക്കളെ കാര്യത്തിനായിരിക്കും. പ്രാർത്ഥിക്കണ്ട എന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞു പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹ് പരിഗണിക്കൂല എന്ന്. നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയായിട്ടും എന്താണ് എൻ്റെ മക്കളെ ഈ രൂപത്തിലായി തീർന്നത്, അവരത് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. ചിലപ്പോൾ മക്കളുണ്ടാവും വാപ്പാരിമാരും പറ്റി അങ്ങനെ വിചാരിക്കണേ. നല്ല രൂപത്തിൽ ഇസ്ലാമികമായ രീതിയിലൊക്കെ വളർന്നു വരുന്ന മക്കൾ വാപ്പയും ഉമ്മയും നേരാകത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നുണ്ടാകും. അവിടെയൊക്കെ ഒരു പാഠമായി നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും അതേപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒക്കെ ഈ ജീവചരിത്രവും അവരുടെ പ്രാർത്ഥനയും അള്ളാഹുവോടുള്ള അവരുടെ ആ സമീപനവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിച്ച രൂപത്തിലല്ല പലപ്പോഴും അള്ളാഹു ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൻ്റെ പിന്നിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ, പല രൂപത്തിലാണ് അതിൻ്റെ പ്രതികരണം ഉണ്ടാകാറുള്ളത് എന്ന്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം നമുക്കറിയാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് എത്ര മക്കളാണ്? 12 മക്കൾ. ആ മക്കൾ മരിക്കുന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മരിക്കുന്ന സമയത്ത് പോലും ആ മക്കളോട് നിങ്ങൾ ആരെ ആരാധിക്കുമെന്നൊക്കെ ചോദിക്കുന്ന സൂറത്തുൽ ബഖറയിൽ കാണാൻ കഴിയും. അപ്പോൾ ആ മക്കളുടെ കാര്യത്തിൽ അത്രയും താല്പര്യവും പരിഗണനയും ഒക്കെ ഉണ്ടായിരുന്ന ആ മക്കൾ, ആ കൂട്ടത്തിൽപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം നഷ്ടപ്പെട്ടപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ പ്രാർത്ഥന ഖുർആനിൽ അങ്ങനെ പറയുന്നില്ല. പക്ഷേ വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്ൻ എന്ന ഒരു വാചകം കാണാം. വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് വെളുത്തുപോയി എന്ന്. സങ്കടം കൊണ്ട് കണ്ണ് വെളുത്തുപോയി, കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു എന്നാണ്. അങ്ങനെ കണ്ണ് വെളുത്തു പോകാൻ മാത്രം, അതിനു മാത്രം ദുഃഖിച്ച് പരവശനായി അങ്ങനെ അള്ളാഹുവിനെ സമീപിച്ചിട്ട് പോലും വിചാരിച്ച പോലെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് പൊന്നുമോനെ തിരിച്ചു കിട്ടിയില്ല. അതാണല്ലോ ആ സൂറത്ത് യൂസുഫിൽ പറഞ്ഞു തരുന്നത് അല്ലേ? വിചാരിച്ച രൂപത്തിൽ കിട്ടിയില്ല. എന്നാൽ നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിൻ്റെ ചരിത്രം സൂറത്തു ഖസസിൽ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിൻ്റെ ചരിത്രം, മൂസാ നബി ജനിച്ച ആ കാലഘട്ടം നമുക്കറിയാം. ഒരു കുട്ടി ജനിച്ചാൽ ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഫിറൗനിൻ്റെ ഓർഡറാണ് കൊല്ലണം എന്ന്. ആ സമയത്താണ് മൂസാ അലൈഹി സ്വലാം ജനിക്കുന്നത്. അപ്പം മൂസാ നബി അലൈഹി സ്വലാം ജനിച്ചപ്പോൾ മാതാവിന് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു എന്നാണ് ഔഹൈനാ ഇലാ ഉമ്മി മൂസ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്.
ആ കുട്ടിക്കൊന്ന് പാല് കൊടുക്കാൻ, ആ കുട്ടിയെ ഇതാ തിരിച്ചു തരും എന്നൊക്കെ പറയുന്നൊരു വാചകം ആ സൂറത്തു ഖസസ് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ആ സമയത്ത് കുട്ടിക്കൊന്ന് പാല് കൊടുത്തിട്ട് എന്നിട്ട് അനിൽഖിഹി ഫിൽ യമ്മി എന്നാണ്, ആ കടലിൽ, ഏതിലാണ്, നൈൽ നദിയിൽ അല്ലേ, ഇടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന ഉണ്ടാകുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവ് ആ നദിയിൽ ഇടുന്നുണ്ട്. നദിയിൽ ഇട്ട ആ സന്ദർഭം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: വ അസ്ബഹ ഉമ്മി ഫുആദ് മൂസ, വ അസ്ബഹ ഫുആദ് ഉമ്മി മൂസ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിൻ്റെ ഹൃദയം ആയിത്തീർന്നു ഫാരിഖ. ഈ ഫാരിഖ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലിയായ രൂപത്തിൽ നിന്നാണ്. അതായത് പ്രസവിച്ച് ആ കുട്ടിക്ക് പാലൊക്കെ കൊടുക്കുന്ന അവസരത്തിൽ കുറച്ച് പാല് കൊടുത്തിട്ട് ആ കുട്ടിയെ ബാസ്ക്കറ്റിലാക്കി വെള്ളത്തിലിടുകയാണ്. അപ്പോൾ ആ ഉമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പെട്ടിയാണ്, ആ പെട്ടി എവിടേക്ക് പോകുമെന്നറിയില്ല. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ധാരണയില്ല. അങ്ങനെ ആ കുട്ടിയെ പെട്ടിയിലാക്കി ഇങ്ങനെ ഒഴുക്കുമ്പോൾ ആ കുട്ടി മാത്രമായി, മൂസ എന്ന് പറയുന്ന കുട്ടി മാത്രമായി ആ ഉമ്മയുടെ മനസ്സിലായി തീരുകയാണ്. സാധാരണ ബേജാറാവുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, മനസ്സൊരു കാലിയാകുന്നൊരവസ്ഥ ഉണ്ട്. ശരിക്ക് ഖുർആൻ അതിനെ ചിത്രീകരിക്കുന്നത്. മൂസാ നബിയുടെ മാതാവിൻ്റെ ആ ഹൃദയം ഫാരിഖായി മാറുകയാണ്, കാലിയായി മാറുക, വേറെ ഒന്നും ചിന്തിക്കണില്ല. ഈ കുട്ടിയെപ്പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരികയാണ്. ഇൻകാദത്തിൽ ലതുബ്ദി ബിഹി ലൗലാ അർറബത്നാ അലാ ഖൽബിഹ. അവൾ അത് വെളിപ്പെടുത്തുമായിരുന്നു, അവളുടെ ഹൃദയത്തെ നാം പിടിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ആ പെട്ടി പോകുന്നത് നോക്കി ആ പെട്ടിയിലേക്ക് നോക്കിയിട്ട് അവൾ അട്ടഹസിച്ചുകൊണ്ട് എൻ്റെ കുട്ടിയാണ് കേട്ടോ എന്ന് അട്ടഹസിച്ച് അവൾ പറയുമായിരുന്നു. ലൗലാ അർറബത്നാ അലാ ഖൽബിഹ, അവളുടെ ആ ഹൃദയം നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ. പറയരുത്, പറയരുത്. കാരണം എൻ്റെ കുട്ടിയാണെന്ന് മൂസാ നബിയുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തറിയുകയും ആ കുട്ടി കൊല്ലപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ മാതാവിൻ്റെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകി നാം ഉറപ്പിച്ചു നിർത്തി എന്ന് അല്ലാഹു പറയാണ്. ലിതകൂന മിനൽ മുഅ്മിനീൻ, അങ്ങനെ അവൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, അങ്ങനെ വിശ്വാസിനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന രൂപത്തിൽ മനസ്സുറപ്പുള്ള സ്ഥൈര്യമുള്ളവളാക്കി അവളെ ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്തത് എന്ന്. അപ്പോൾ ഈ മാതാവിൻ്റെ മനസ്സ് ഈ കുട്ടിയെ തിരിച്ചു കിട്ടണമെന്നുള്ള അതിയായ ആഗ്രഹവും അള്ളാഹുവോടുള്ള പ്രാർത്ഥനയും, അത് ഖുർആനിൽ പ്രാർത്ഥന പറയുന്നില്ല, തീർച്ചയായും അവിടെ പ്രാർത്ഥന ഉണ്ടാവും ഈ കുട്ടിയെ പെട്ടിയിലാക്കി അങ്ങോട്ട് വിടുമ്പോൾ. അപ്പോൾ ആ മനസ്സിനെയാണ് ഖുർആൻ ഇങ്ങനെ ചിത്രീകരിച്ചത്. ഇങ്ങനെ ഈ കുട്ടി പിന്നീട് എത്തിപ്പെടുന്നത് ഫിറൗനിൻ്റെ കൊട്ടാരത്തിൽ എത്തിപ്പെടുന്നതും അവിടുന്ന് പലരും പാല് കൊടുത്ത് നോക്കുന്നതും, പിന്നീട് മൂസാ നബിയുടെ തന്നെ സഹോദരി അതിൻ്റെ പിന്നാലെ പോയിട്ട് ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ ഞാൻ ഒരാളെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ആ കുട്ടിയെ മൂസാ നബിയുടെ ഉമ്മയുടെ അടുക്കലേക്ക് തിരിച്ചെത്തിക്കുന്നതുമൊക്കെ ചരിത്രത്തിലുണ്ട്, വിശദീകരിക്കുന്നില്ല. ഇത് എത്ര പെട്ടെന്നാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മൂസാ നബിയുടെ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് എത്ര പെട്ടെന്ന് ഉത്തരം കിട്ടി. ഒന്ന് പാല് കൊടുത്ത് അടുത്ത പാല് കൊടുക്കാറാകുമ്പോഴേക്ക് ആ കുട്ടി മൂസാ നബിയുടെ ഉമ്മയുടെ അടുക്കലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ മൂസാ നബിയുടെ ഉമ്മയുടെ പ്രാർത്ഥന സെക്കൻഡ് കണക്കിന് മിനിറ്റുകൾക്കുള്ളിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് വിശുദ്ധ ഖുർആൻ എടുത്ത് കാണിക്കുന്നു. അല്ല, അടുത്ത പാല് കൊടുക്കുന്ന സമയമായപ്പോഴേക്ക് കുട്ടി എവിടേക്ക് എത്തിയുന്നുണ്ട്. ആ സഹോദരി വേറെ ആരും പാല് കുടിച്ചിട്ടില്ല. പിന്നെ ആ കുടിക്കുന്ന സമയമാകുമ്പോഴേക്ക് മൂസാ നബിയുടെ ഉമ്മയുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചെത്തി എന്നാണ്. അതങ്ങനെ ഖുർആനിൽ ആ വാചകമില്ല. ഏതായാലും ശരി, അതാണ് അതിൻ്റെ വൽഹാസിൽ, അതിൻ്റെ ഉള്ളടക്കമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ആ സംഭവം അത് നോക്കിയാൽ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു യാക്കൂബ് നബി അലൈഹി സ്വലാമിന്. മൂസാ നബിയുടെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് ഇങ്ങനെ കാണാനും കഴിയും. ഇനി ഇതിനെപ്പറ്റി ഒരു വിശകലനം നമ്മൾ നടത്തി നോക്കിയാൽ, സൂറത്ത് യൂസുഫിനെ പറ്റി നമുക്കറിയാലോ. സൂറത്ത് യൂസുഫ് എന്ന് പറഞ്ഞാൽ
വളരെയധികം പ്രത്യേകതയുള്ള ഒരു സൂറത്താണ്. ആ സൂറത്തിൽ വളരെ കൃത്യമായി ആ പ്രവാചകൻ്റെ ജീവിതം മുഴുവനും ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോന്നായിട്ട് അല്ലേ. സൂറത്ത് യൂസുഫിൽ ഈ കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കേട്ടിട്ടില്ലേ? അയാളുടെ പേരെന്താണ്? യൂസുഫുൽ ഇസ്ലാം എന്നാണ്. എന്താ പേര് സ്വീകരിക്കാനുള്ള കാരണം? സൂറത്ത് യൂസുഫിൻ്റെ ഭംഗിയാണ് എന്നാണ്. സൂറത്ത് യൂസുഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ പറയുന്നു. ഓരോ രംഗങ്ങൾ ഇങ്ങനെ ആവിഷ്കരിക്കുകയാണ് അല്ലേ. ഇന്നിപ്പോൾ നമ്മൾ ഈ സൂറത്ത് യൂസുഫ് എന്ന് പറഞ്ഞാൽ നമുക്കിടയിൽ വേറെ രൂപത്തിൽ ഒരു മാക്കഥയായിട്ടാണ് അല്ലേ, ഒരു പ്രണയകഥ. എന്നിട്ട് അവസാനം യൂസുഫ് നബിയും സുലൈഖയും കൂടിയാണ് കല്യാണമൊക്കെയാണ് നടന്നെങ്കിൽ ആ കഥ പൂർത്തിയാവുള്ളൂ എന്നുള്ളിടത്താണ് നമ്മളെ കഥാപ്രാസംഗികരും അതേപോലെ തന്നെ ചില തഫ്സീറുകളൊക്കെ എടുത്ത് നോക്കിയാൽ അതിനൊന്നും അടിസ്ഥാനമില്ല കേട്ടോ, ഖുർആനൊക്കെ കാര്യം പറയണില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രണയകഥയായിട്ടല്ല ശരിക്ക് സൂറത്ത് യൂസുഫ് നമുക്ക് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. അതിലെ ഓരോ അവസ്ഥകൾ ഖുർആൻ ചിത്രീകരിക്കുന്നത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം സ്വപ്നം കാണുന്നത്, വാപ്പയോട് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ സഹോദരന്മാർ തന്ത്രം മെനയുന്നത്, എന്നിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം കിണറ്റിലകപ്പെടുകയാണ് അല്ലേ. കിണറ്റിലകപ്പെടുന്നു. ആ കിണറ്റിൽ നിന്ന് പിന്നീട് അടിമച്ചന്തയിലേക്ക് കൊണ്ടുപോകുന്നു യൂസുഫിനെ. പിന്നീട് അതിനുശേഷം ആ അടിമച്ചന്തയിൽ നിന്ന് അവിടുത്തെ രാജാവ് എന്നോ അല്ലെങ്കിൽ അസീസ് എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അസീസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരാണ് എന്നും അല്ല, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും അസീസിൻ്റെ വസതിയിൽ എത്തിപ്പെടുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് ജയിലിലകപ്പെടുന്നു. ആ ജയിലിൽ താമസിക്കുന്ന കാലത്താണ് രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അതിനുശേഷം രാജാവിൻ്റെ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത് പിന്നീട് ഭരണതലത്തിലേക്ക് എത്തിപ്പെടുന്നു. പിന്നീട് ഭരണത്തിലിരിക്കുന്ന സമയത്ത് കുടുംബവുമായി സന്ധിക്കുന്നു. ഇങ്ങനെയാണ് ആ കഥ ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ ഓരോ രംഗങ്ങൾ ഇങ്ങനെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ നിരപരാധിയായ യൂസുഫ് അലൈഹിസ്സലാം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നിരപരാധിയായ കുട്ടി, ആ കുട്ടി കിണറ്റിലിടപെടാൻ എന്ത് കുറ്റാണ് കുട്ടി ചെയ്തത് അല്ലേ? പിന്നീട് വളരെ സുഭദ്രമായൊരു കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അടിമച്ചന്തയിൽ എത്തിപ്പെടുന്നു, ഒരു കച്ചവട ചരക്കായി മാറുന്നു. എന്നിട്ട് അവിടെ നിന്ന് ആ കച്ചവട ചരക്കായി ആ യൂസുഫ് പിന്നീട് എത്തിപ്പെടുന്നത് ഈ അസീസിൻ്റെ വീട്ടിലാണ്. അവിടെയും കഴിഞ്ഞുകൂടുമ്പോൾ സുഖകരമായി കഴിഞ്ഞുകൂടുന്നതിനിടക്കാണ് ഇങ്ങനൊരു ദുരാരോപണം. ഒരിക്കൽ പോലും യൂസുഫ് അലൈഹി ഇസ്ലാം ചിന്തിക്കാത്ത രൂപത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ട് ജയിലിൽ അടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ജീവിതത്തെ ഇങ്ങനെ നമ്മൾ വിലയിരുത്തിയാൽ, ആ കാലം വെച്ച് ഇങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം ആകെ കൊളായി എന്നാണ് കണക്കാക്കുക നമ്മൾ അല്ലേ. ജീവിതത്തിൽ അത്ര ദുരിതങ്ങളുമാണ് ആ യൂസുഫ് എന്ന് പറയുന്ന കുട്ടിയിൽ അങ്ങനെ യുവാവായപ്പോണ്ടായിരുന്ന ദുരിതം, ജയിലിലകപ്പെട്ടത്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ആ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളാണ്. പക്ഷേ ഈ ദുരന്തങ്ങളാണ് പിന്നീട് 7 വർഷം ഒരു രാഷ്ട്രത്തെ രക്ഷിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 7 വർഷം ക്ഷാമത്തിലകപ്പെട്ട് പട്ടിണി കിടന്ന് മരിക്കുമായിരുന്ന ഈജിപ്തിനെ മോചിപ്പിക്കാൻ കാരണമായി തീർന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ യൂസുഫ് എന്ന് പറയുന്ന കുട്ടി കിണറ്റിലകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അടിമച്ചന്തയിൽ എത്തിപ്പെടുമായിരുന്നില്ല. അടിമച്ചന്തയിൽ യൂസുഫ് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അസീസിൻ്റെ വീട്ടിലെത്തിപ്പെടുമായിരുന്നില്ല. ഈ അസീസ് എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരിയുടെ വീട്ടിലെത്തിപ്പെട്ട് ഭരണകാര്യങ്ങളും ഭരണതന്ത്ര കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ രാജാവിൻ്റെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തിട്ട് ആ ഭരണം ഏറ്റെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹു എന്തിനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാതിരുന്നത്? മനസ്സിലായില്ലേ? അപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് അപ്പം തന്നെ ഉത്തരം ചെയ്ത് യൂസുഫിനെ തിരിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഈജിപ്ത് എന്ന് പറയുന്ന രാഷ്ട്രം പട്ടിണി കിടന്ന് 10,000-കണക്കിന് ആളുകൾ മരിക്കുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നു. അപ്പോൾ യൂസുഫ് എന്ന് പറയുന്ന ബാലൻ, സിറിയയിലുള്ള ഈ ബാലൻ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഈജിപ്തിലുള്ള 10,000-കണക്കിന്
ബാലന്മാർക്ക്, കുട്ടികൾക്ക് രക്ഷയായി മാറുകയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബം അനുഭവിച്ച, യാക്കൂബ് നബിയും കുടുംബവും അനുഭവിച്ചിട്ടുള്ള ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാനസിക പീഡനങ്ങളുമൊക്കെ വർഷങ്ങളോളം സഹിച്ചത് ഒരു രാഷ്ട്രത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സുരക്ഷയായി മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് അള്ളാഹ് നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഇത്രമാത്രം കാത്തിരിക്കേണ്ടി വന്നത് യൂസുഫിനെ കാണാൻ. നമ്മളെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു ഒരുപാട് നന്മകൾ ആയിരിക്കും അതിൻ്റെ പിന്നിലൊക്കെ നൽകുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് മറിയം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാലും ഈ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ സൂറത്ത് യൂസുഫിലെ ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഒരൊറ്റ ആയത്താണുള്ളത്. ആ ആയത്ത് നമ്മൾ നന്നായി വിലയിരുത്തേണ്ടതാണ്. അല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഈ ഒരു വചനാണ് അവിടെ ഉള്ളത്. അല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. സൂറത്ത് യൂസുഫിൽ കാണാം. അല്ലാഹു എല്ലാ കാര്യങ്ങളെയും അതിജയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണക്കാക്കുന്ന പോലല്ല, നമ്മളെ കണക്കാക്കുന്ന പോലെയല്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളെയും മികച്ചു നിർത്തി അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നത്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷേ അധികം ആൾക്കാർക്കും അറിയില്ല എന്നാണ്. നമുക്കറിവില്ലാത്തത് കൊണ്ടും നമ്മളുടെ അറിവിൻ്റെ പരിമിതി കൊണ്ടുമാണ് എന്തുകൊണ്ടാണ് പടച്ചോൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് വിചാരിക്കുന്നത്. ഈ കഷ്ടപ്പാട് വലിയ ഒരു സൗഭാഗ്യമായി അള്ളാഹു മാറ്റാനുള്ളതാണ് എന്ന ദീർഘദൃഷ്ടി നമുക്കില്ലാത്തത് കൊണ്ടാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അധിക ആളുകളും ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന്. അതേപോലെ തന്നെ ഖുർആൻ പറയുന്ന മറ്റൊരു ചരിത്രമാണ് മറിയം അലൈഹി ഇസ്ലാമിൻ്റെ കഥ. മറിയം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില പ്രത്യേകത ഉണ്ട്. മറിയം ജനിച്ചത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഖുർആൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ആരും ജനിച്ചപ്പോൾ ആണാണ് പെണ്ണാണ് എന്ന് പറയുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഇമ്രഅത്തു ഇമ്രാൻ എന്നാണ്. ഇമ്രഅത്തു ഇമ്രാൻ ഇത്രക്ക് നമ്മൾ നിർത്തേണ്ടത്. ഇമ്രാൻ്റെ ഭാര്യ നേർച്ചയാക്കിയതാണ്. നദർത്തുലക്ക മാഫി ബത്തിനി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എൻ്റെ വയറ്റിലുള്ള ഈ കുട്ടിയെ ഈ പള്ളിയുടെ സേവനത്തിന് വേണ്ടി ഞാനിതാ നേർച്ചയാക്കി എന്ന് ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞു എന്നാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നത്. സൂറത്ത് ആൽ ഇമ്രാനിൽ അക്കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പ്രസവിച്ചപ്പോൾ ഫലമ്മ വളഅത്ത്ഹ ഉൻസ, ഇമ്രാൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ അത് പെൺകുട്ടിയായിരുന്നു. എന്നിട്ട് ഒരു പരാതി എന്നുള്ള നിലക്ക് അള്ളാഹുവോട് പറയുന്നതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഞാനിത് പെൺകുട്ടിയാണല്ലോ പ്രസവിച്ചത്, ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി, ഈ ആരാധനാലയത്തിൻ്റെ സേവനത്തിന് വേണ്ടി എൻ്റെ കുട്ടിയെ ഞാൻ നേർച്ചയാക്കിയതാണല്ലോ, പക്ഷെ ഇത് പെൺകുട്ടിയായിപ്പോയല്ലോ എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു മറുപടി ഉണ്ട്. വലൈസ ദക്കറു കൽ ഉൻസ. അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് വലൈസ ദക്കറു കൽ ഉൻസ. ആണൊരിക്കലും പെണ്ണിനെ പോലെ ആവില്ല എന്ന്. നമ്മൾ നേരെ മറിച്ചാൽ പറയല്ലേ അല്ലേ? പെണ്ണൊരിക്കലും ആണിനെ പോലെ ആവില്ല എന്നാണ് പറയല്ലേ. എപ്പോഴും പെണ്ണാണ് അല്ല താഴെ ഉണ്ടാവുക, ആണ് മേലായിട്ടാണ്. പക്ഷെ ഖുർആൻ പറയുന്നത് നോക്കൂ, വലൈസ ദക്കറു കൽ ഉൻസ. ആണൊരിക്കലും പെണ്ണിനെ പോലെയാവില്ല. അപ്പോൾ ഒരു പെണ്ണിനെ കൊണ്ടുള്ള ദൗത്യങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ ഒരാണിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഏതായാലും പിന്നീട് മറിയം അലൈഹി ഇസ്ലാമിനെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ പള്ളിയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസാണ് എന്നാണ് പറയപ്പെടുന്നത്, അവിടുത്തെ സേവനത്തിന് വേണ്ടി ഏർപ്പാടാക്കുകയും പിന്നീട് സക്കരിയ അലൈഹി ഇസ്ലാം അവരെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ, അങ്ങനെ പറയുന്നത്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ. റബ്ബ് വളരെ നല്ല രൂപത്തിൽ തന്നെ മറിയമ്മിനെ സ്വീകരിച്ചു എന്ന്. ഞാൻ പ്രസവിച്ച പെൺകുട്ടിയാണ് എന്ന് അള്ളാഹിനോട് പറഞ്ഞപ്പോൾ അന്ന് അവിടെ വെച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞല്ല. എങ്ങനെയാണ്? ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ. അള്ളാഹു വളരെ നല്ല രൂപത്തിൽ തന്നെ സ്വീകരിച്ചു. ഇതൊക്കെ നമ്മളൊരു ഈ അതിൻ്റേതായ രൂപത്തിലൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇത് ഇറങ്ങുന്ന, ഈ ആയത്ത് ഇറങ്ങുന്ന ആരുടെ മുമ്പിലാണ്?
സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരോട് എങ്ങനെ അവർ പെരുമാറിയുന്നത്? പെൺകുട്ടി ജനിക്കുമ്പോൾ കുഴിച്ചു മൂടുന്ന സ്വഭാവം ഒക്കെ ഉണ്ടായിരുന്ന അത്തരം അറബികളോടാണ് മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അള്ളാഹു വളരെ കാര്യമായി സ്വീകരിച്ചതിനെ പറ്റി പറയുന്നത്. ഫതഖബ്ബലഹ റബ്ബുഹ ബിഖബൂലിൻ ഹസനിൻ, ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ അള്ളാഹു അവളെ സ്വീകരിച്ചു. വഅംബതഹ നബാതൻ ഹസന, ഏറ്റവും നല്ല രൂപത്തിൽ അവളെ വളർത്തി. അമ്പത്താറിനെ മുളപ്പിച്ചു വളർത്തി എന്നുള്ള അർത്ഥത്തിലാണ്. ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ അവൾക്ക് ഉള്ള എല്ലാം അള്ളാഹു തന്നെ സംരക്ഷണം നൽകി എന്ന്. വകഫലഹ സക്കരിയ, എന്നിട്ട് സക്കരിയ അലൈഹിസ്സലാം, അന്നത്തെ ഏറ്റവും ഭക്തനായ സക്കരിയ നബി അലൈഹിസ്സലാമാണ് മറിയമിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതും സക്കരിയ നേരിട്ട് ഏറ്റെടുത്തതല്ല. അതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ആളുകൾക്കിടയിൽ നറുക്കിട്ടെടുക്കുകയും എന്നിട്ട് സക്കരിയ നബിക്ക് ആ നറുക്ക് കിട്ടി, അങ്ങനെയാണ് സക്കരിയ അലൈഹിസ്സലാം ഏറ്റെടുത്തത് എന്ന്. അവിടെയൊക്കെ ഒരുപാട് ഈ ലൂപ്പ് ഹോളുകൾ അടക്കുന്ന രൂപത്തിൽ തന്നെ ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. കാരണം ജൂത വിഭാഗക്കാരായ ആളുകൾ ഈസാ നബിക്കെതിരെയും ഒക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. മറിയം ഒരു മോശപ്പെട്ട സ്ത്രീയായിരുന്നു, അങ്ങനെ ഉണ്ടായ ജാരസന്തതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജൂതന്മാർ ഈസാ നബിയെ ആക്ഷേപിക്കാൻ വേണ്ടി, മറിയം അലൈഹി ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ അടക്കുന്ന രൂപത്തിൽ ഭക്തനായ സക്കരിയ നബി അലൈഹി ഇസ്ലാം തന്നെ മറിയമിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന്. ഒരു ബന്ധുവായിരുന്നു എന്ന് പറയുന്നുണ്ട്. എളാപ്പ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, കുല്ലമാ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ വജദ ഇൻദഹ റിസ്ഖ. സക്കരിയ അലൈഹിസ്സലാം അവരുടെ അടുക്കലേക്കാണ് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഭക്ഷണം കാണുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഖാല യാ മറിയമോ അന്നാ ലക്കി ഹാദ, ഇത് എവിടെ നിന്നാണെന്ന് ചോദിക്കുകയാണ്. മറിയമിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ അന്നാ ലക്കി ഹാദ, ഇത് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു. ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, അത് അള്ളാഹു എനിക്ക് തന്നതാണ്, അള്ളാഹു തന്നതാണ് എന്ന് പറയുന്നു. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹ് കണക്ക് നോക്കാതെ തന്നെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നു എന്ന്. ഇങ്ങനെ ഇത് പറഞ്ഞ അവിടെയുമുള്ള ഒരു ചെറിയൊരു കാര്യം കൂടി പറയാണ്. കുല്ലമാ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ. എന്താ അവിടെ മിഹ്റാബ എന്ന് പറഞ്ഞാൽ? സക്കരിയ നബി മറിയമിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത് എവിടേക്കാണ്? മറിയമിൻ്റെ റൂമിലേക്കല്ല, ബെഡ്റൂമിലേക്കല്ല. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജൂതന്മാരുടെ ആരോപണങ്ങൾക്കൊന്നും വകയില്ലാത്ത രൂപത്തിൽ തന്നെ അതിനെ ക്ലിയർ ആക്കുകയാണ്. ഒരു അൾത്താര എന്ന് വേണമെങ്കിൽ പറയാം. ആളുകളൊക്കെ എല്ലാവരും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് മിഹ്റാബ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആളുകളൊക്കെയുള്ള സ്ഥലത്ത് വെച്ച് മറിയമിനെ കണ്ടുമുട്ടുമ്പോൾ മറിയമിൻ്റെ അടുക്കൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ, ഫ്രൂട്ട്സുകൾ, അതേപോലെ തന്നെ ഒരുപാട് ഈ ഓഫ് സീസണിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു എന്നാണ്. ചക്ക ഇല്ലാത്ത കാലത്ത് ചക്കയും മാങ്ങ ഇല്ലാത്ത കാലത്ത് മാങ്ങയും, അങ്ങനെ ഉള്ള രൂപത്തിൽ ഒരുപാട് വിഭവങ്ങൾ മറിയമിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുക, അന്നാലക്കി ഹാദ, ഇത് എവിടുന്നാണ്? ഇതൊക്കെ പടച്ചവൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അള്ളാഹു എത്രമാത്രം പരിഗണിക്കുന്നുണ്ട് മറിയമിനെ, അല്ലേ? ആ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിപാലനവുമായി കഴിഞ്ഞുകൂടുന്ന മറിയമിനെ എന്തു ചോദിച്ചാലും കൊടുക്കുന്ന രൂപത്തിൽ, ഏതേത് തേട്ടങ്ങളും കേൾക്കുന്ന രൂപത്തിൽ അള്ളാഹു ഏറ്റവും അടുത്തവളായി മറിയം അലൈഹിസ്സലാമിനെ കണക്കാക്കി എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മറിയം യുവതിയാകുന്ന ആ സന്ദർഭം മുതൽ ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് വന്നു എന്നാണ് ഖുർആനിലുണ്ടല്ലോ. ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയം മുതൽ മറിയം ആകെ മാറുകയാണ്. എങ്ങനെയാണ് എനിക്ക് കുട്ടി വലം യംസസ്നി ബഷറുൻ, എന്നെ ഒരു മനുഷ്യൻ ടച്ച് ചെയ്തിട്ട് പോലുമില്ലല്ലോ, എങ്ങനെ എനിക്കൊരു കുട്ടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ബേജാറാകുമ്പോൾ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ, പടച്ചോൻ ഉദ്ദേശിച്ചതാണ്, അതെങ്ങനെയാണ് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് എന്നുള്ള രൂപത്തിൽ ആയത്ത് വിശദീകരിക്കുന്നില്ല. ഏതായാലും മറിയം അലൈഹിസ്സലാം ആ സന്ദർഭം മുതൽ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ അതിങ്ങനെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. അതുവരെ ഒരു പുരുഷ സാമീപ്യം സിദ്ധിക്കാത്ത, ഏതെങ്കിലും രൂപത്തിലുള്ള ഈ വഴിതെറ്റിയ ജീവിതം നയിക്കാത്ത മറിയം ഗർഭിണിയാകുന്ന ആ സന്ദർഭം മുതൽ അവരനുഭവിച്ചിട്ടുണ്ടാകുന്ന ആ മാനസികമായ, എന്തതിന് പറയുക, അതുല്യമായ പ്രയാസം, ഒരിക്കലും ഒരാളും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും പ്രയാസം മറിയം അലൈഹിസ്സലാം അനുഭവിച്ചിട്ടുണ്ടാവും. ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
വിശുദ്ധ ഖുർആൻ ആ സമയത്ത് മറിയം അലൈഹിസ്സലാം അനുഭവിച്ച ആ മാനസിക വ്യത ഒരായത്തിലൂടെ മാത്രം നമ്മുടെ മുമ്പിലേക്ക് എടുത്തു കാണിച്ചു തരുന്നുണ്ട്. ഖാലത്ത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ എന്ന്. ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊന്നും ഖുർആൻ പറയണില്ല, ഒറ്റ കാര്യം പറയുന്നുള്ളൂ. എന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതിനു മുമ്പ് ഞാനാണ് മരിച്ചാൽ മതിയായിരുന്നു എന്ന്. ആൾക്കാരടയിൽ നിന്ന് ഇറങ്ങിപ്പോയി ദൂരസ്ഥലത്ത് ഈത്തപ്പനയുടെ അടുക്കലേക്ക് പോയി എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ വെച്ച് പറയാണ് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതിനു മുമ്പ് ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. ആ വാചകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എത്രമാത്രം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഒരു സ്ത്രീ അനുഭവിക്കാവുന്ന പരമാവധി അവർ അനുഭവിച്ചു. വകുന്തു നസിയം മൻസിയ എന്നിട്ട് പറയാണ് ഞാൻ നസിയും മൻസിയുമായിരുന്നെങ്കിൽ. അതൊരു പ്രത്യേക പ്രയോഗമാണ്. നസി എന്ന് പറഞ്ഞാൽ മറിയം എവിടെയാണ് എന്ന് ഇപ്പോൾ അന്വേഷിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക. ആരും മറിയം എവിടെ എന്ന് ചോദിച്ചു നടക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക. മൻസി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറിയമിനെ പറ്റിയ ആളുകൾ അറിയപ്പെടാത്ത രൂപത്തിൽ എന്നേക്കുമായി മറവിയിലാകുക എന്നുള്ളതാണ്. അറബിയിൽ ദിബ്ഹ് എന്ന് പറയാറുണ്ട്. ദിബ്ഹ് എന്ന് പറഞ്ഞാൽ അറുക്കാൻ കൂടുന്ന മൃഗമാണ്. മദ്ബൂഹ് എന്ന് പറഞ്ഞാൽ അറുക്കപ്പെട്ട മൃഗം എന്നാണ്. അതേ പ്രയോഗമാണ് ഇവിടെ. അപ്പോൾ മറിയം അലൈഹി ഇസ്ലാമിനെ പറ്റി മറിയം എവിടെയെന്ന് ആൾക്കാരും ചോദിക്കാത്ത ഇപ്പോഴുള്ള മറവി, ഇപ്പോൾ പ്രസൻറ്റിലുള്ള മറവി അതുണ്ടാക്കണമേ. മൻസിയ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും മറിയമ്മിനെ പറ്റി ഒരാളും ചോദിക്കാത്ത രൂപത്തിൽ അങ്ങനെ ആളുകളുടെ മറവിയിലേക്ക് എന്നെ മാറ്റിയിരുന്നെങ്കിൽ എന്ന് മറിയം ആഗ്രഹിച്ചു എന്നാണ്. ഒരിക്കൽ പോലും ആളുകളുടെ ഓർമ്മയിൽ വരാത്ത രൂപത്തിലായെങ്കിൽ എന്ന്. അപ്പോൾ ആ ഒരു വാചകത്തിൽ തന്നെ മറിയം അലൈഹിസ്സലാം അനുഭവിച്ച പ്രയാസം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്ന് മാത്രമല്ല, പിന്നീട് പ്രസവിച്ചു ആളുകൾക്കിടയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. കടന്നു വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, ഇതിന് വാപ്പിയും ഇങ്ങനെ ആയിട്ടില്ല, സഹോദരങ്ങൾ ഇങ്ങനെ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപങ്ങളുടെ ശരങ്ങൾ മറിയമിൻ്റെ നേരെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താങ്ങാനുള്ള ശേഷിയില്ലാതെ മറിയം പറയുന്നുണ്ട് കുട്ടിയോട് ചോദിച്ചു നോക്കൂ എന്ന്, അല്ലേ? ആ കുട്ടിയോട് ചോദിച്ചു നോക്കൂ എന്നറിയണം. അപ്പോൾ ആ തൊട്ടിലിൽ നിന്ന് കുട്ടി സംസാരിച്ചപ്പോഴാണ് മറിയം അലൈഹി ഇസ്ലാമിന് ഒരു ചെറിയ ആശ്വാസമെങ്കിലും ഉണ്ടായത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ മറിയം അലൈഹി ഇസ്ലാമിൻ്റെ ജീവചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആദ്യം കുട്ടിയായിരിക്കുമ്പോൾ അള്ളാഹു എല്ലാം നൽകി അനുഗ്രഹിച്ചു. പിന്നീട് ജീവിതത്തിലുള്ള ഈ ദുരിതമുണ്ടായപ്പോൾ ആ ഒരു കോഴ്സ് പൂർത്തിയാകുന്നത് വരെയും മറിയം അലൈഹിസ്സലാം അനുഭവിക്കുക തന്നെയായിരുന്നു. അള്ളാഹ് പെട്ടെന്ന് ഉത്തരം നൽകിയിട്ടില്ല. അതായത് പെട്ടെന്ന് ഇതിൽ നിന്ന് എന്നെ മാറ്റണമേ എന്നുള്ളൊക്കെ രൂപത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എങ്ങനെയായാലും ആ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ ഉത്തരം നൽകുന്നില്ല. ഇത്രമാത്രം ദുരിതങ്ങൾ മറിയം അലൈഹിസ്സലാമിനെ അനുഭവിപ്പിച്ചത് എന്തിനായിരിക്കും? ആ ലോകത്തിലെ ഏറ്റവും ഉന്നതയായ സ്ത്രീയായി മാറാൻ തന്നെ. ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരിൽ സൂറത്തുണ്ടെങ്കിൽ അത് മറിയം മാത്രമാണ്, അല്ലേ? മറിയം എന്ന് പറഞ്ഞിട്ട് സൂറത്ത് അന്ത്യനാൾ വരെ ആ പേര് ഇവിടെ നിലനിൽക്കുകയാണല്ലോ. അലൈഹിസ്സലാം ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറൊരു സ്ത്രീക്കും അത്തരം ഭാഗ്യം കിട്ടിയിട്ടില്ല. മറിയമ്മിനെ അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ 34 തവണ മറിയം അലൈഹി ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഖുർആൻ സൂറത്തു തഹ്രീമിൽ, അല്ലേ, സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി പറഞ്ഞത് മറിയം അലൈഹി ഇസ്ലാമിനാണ്. വിശ്വാസിനികൾക്ക് എന്നല്ല, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയായി പറഞ്ഞ ഒരു സ്ത്രീയാണ് മറിയം അലൈഹി ഇസ്ലാം. വേറെ ഒരു സ്ത്രീയുടെയും പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, മറിയമിൻ്റെ പേര് മാത്രമാണ്. അപ്പോൾ അങ്ങേ അറ്റത്തെ ഉന്നതിയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളിലൂടെ മറിയമിനെ അള്ളാഹു പരീക്ഷിച്ചതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഉന്നതയാക്കി മാറ്റിയെന്ന്. വേറെ രൂപത്തിൽ ഇനി വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമോ എന്ന് നോക്കാം. ഏതായാലും നമ്മളൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, നേരത്തെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞ പോലെ, അത് മറ്റൊരു ആളുകൾക്ക് ആശ്വാസമായി മാറുകയായിരുന്നു അവരുടെ ദുരിതം. മറിയം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം അവരെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു.
ഇങ്ങനെ നമ്മളൊക്കെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ അവസ്ഥകളൊക്കെ അള്ളാഹു ഏത് രൂപത്തിലാണ് കണക്കാക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഒരുപാട് ആശ്വാസം കിട്ടും. പ്രയാസം ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ, ജീവിതത്തെപ്പറ്റി രചനാത്മകമായ ഒരു ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ആശ്വാസം കിട്ടും. ഒരു ആളുണ്ട്, റോബർട്ട് ഡാവില എന്ന് പറയുന്നൊരു മനുഷ്യൻ. നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണും. 2001 ഇയാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റുകയാണ്. അമേരിക്കക്കാരനാണ്, ക്രിസ്ത്യൻ കുടുംബത്തിൽ പിറന്ന ആളാണ്. പക്ഷേ അയാൾക്ക് മതവുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. 2001 ആക്സിഡൻറ്റ് പറ്റിയിട്ട് അയാൾ ആകെ കുഴഞ്ഞു പോവുക. കഴുത്തിൻ്റെ മേലെ മാത്രം, ഇവിടെ മാത്രം അനക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അയാളുടെ ആ രൂപം, അങ്ങനെ പ്രത്യേകമായൊരു ചെയറും ബെഡും, അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു നഴ്സിംഗ് ഹോമിൽ കഴിഞ്ഞുകൂടാണ് 10 വർഷക്കാലം, 2011 വരെ. അത് ആ കാലത്തിനിടക്ക് ഇയാളൊരുപാട് പുസ്തകങ്ങളും അതേപോലെ തന്നെ ഈ നെറ്റിലൂടെയും ഒക്കെ മതങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കാൻ നോക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ അയാളുടെ അടുക്കൽ കുരിശ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, ബൈബിൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ക്രിസ്ത്യാനിറ്റിയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി. ആ ഇടക്കാണ് അയാൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ, ഓൺലൈനിലൂടെ ഖുർആനെ പറ്റി പഠിക്കാൻ, പ്രവാചകനെ പറ്റി പഠിക്കാനൊക്കെ തുടങ്ങിയത്. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം പോലും അയാൾ അടുക്കൽ ചെന്ന് പ്രബോധനം നടത്തിയിട്ടില്ല, ഒരു ഖുർആൻ്റെ കോപ്പി അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ. 2011 പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മനസ്സിലാക്കുകയും പ്രവാചകനെ സ്വപ്നം കാണുകയും ചെയ്തു എന്നൊക്കെയാണ്. എന്തായാലും 2011 അദ്ദേഹം മുസ്ലിമായി, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായിട്ട് ഇസ്ലാമിനെ പറ്റി പഠിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്കോളറായി മാറുകയാണ്. ഒരുപാട് ആളുകൾക്ക് പ്രബോധനം ചെയ്യുന്ന ഒരു വലിയ മഹാപണ്ഡിതനായി അയാൾ മാറിയതാണ്. ഇയാളുടെ അടുക്കലേക്ക് വരുന്ന ആളുകളൊക്കെ ദഅവത്ത് നടത്തി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ജീവിതത്തെപ്പറ്റി അത്ര കാഴ്ചപ്പാടൊന്നുമില്ലാത്ത, മതത്തിൽ അത്ര ഉറച്ചൊന്നും നിൽക്കാത്ത കുറേ മുസ്ലിങ്ങൾ തന്നെ ഇയാളെ കാണാൻ വന്നതോടുകൂടി അവരൊക്കെ ദീനിൻ്റെ കൃത്യമായ ഈമാനും ഇസ്ലാമുമുള്ള ആളുകളായി മാറിയെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ കാണാൻ സാധിക്കും. മില്യൺ കണക്കിന് ആളുകൾ ഹിദായത്തിലേക്ക് വന്നു എന്ന്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിച്ചത്. കഴിഞ്ഞ വർഷം ഈ കാലത്തിനിടക്ക് മുഴുവനും ദഅവത്ത് നടത്തിയായിരുന്നു. ഈ ഒരു കഴിവ് കൊണ്ട് മാത്രം, ഇവിടുന്ന് മാത്രമേ അയാൾക്ക് ചലിപ്പിക്കാൻ കഴിയുള്ളൂ. അത് വെച്ചിട്ട് അയാൾ പ്രബോധനം നടത്തുകയും ആളുകൾക്കിടയിൽ ഈ ദഅവത്തിൻ്റെ എല്ലാ രംഗത്തും അയാൾ ഇടപെടുകയും ചെയ്തു എന്നാണ്. മില്യൺ കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കിട്ടി. ഇയാൾ തന്നെ അയാളുടെ ജീവചരിത്രത്തിൽ പറയുന്നത്, എനിക്ക് ജീവിതത്തിൽ സംഭവിച്ച ആ ദുരിതമാണ്, ആ അപകടമാണ് എന്നെ ഹിദായത്തിലേക്ക് എത്തിച്ചത്, അല്ല മില്യൺ കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കിട്ടാൻ കാരണമായി തീർന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടാകേണ്ടത്. പലപ്പോഴും പല വഴിത്തിരിവുകളും അത് ദുരിതമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ, പ്രയാസമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ, അത് ഏറ്റവും വലിയ അനുഗ്രഹമായി ചിലപ്പോൾ അത് മാറും എന്നുള്ളതാണ് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ ചില ചിന്തകൾ, ഞാൻ വായിച്ചതും മനസ്സിലാക്കിയതുമായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. തെറ്റുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ തിരുത്തണം എന്നപേക്ഷിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഈ ചർച്ചയും സംസാരവും അള്ളാഹു സ്വീകരിക്കുന്ന അമലായി, സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ ഒക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടാനും കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാനുമൊക്കെയുള്ള സന്മനസ്സും തൻ്റെ ഇടവും അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ.